അതുകൊണ്ടാണ് എപ്പോഴും അങ്ങോട്ട് തന്നെ പോകുന്നത്. നല്ലൊരു സൺറൈസ് ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇതിനു മുമ്പും ഞാൻ ക്ലൗഡ് ബസ് അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ലൊക്കേഷനും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ആ വഴി ചെന്നെത്തി ഇയോബിൻ്റെ പുസ്തകം മൂവിയിലെ ബംഗ്ലാവ് പറഞ്ഞു. 3-4 മാസം മുമ്പ് ഞാൻ ഒരു ബൈക്ക് റൈഡ് പോയിരുന്നു. അപ്പോൾ അന്ന് എടുത്ത ഫോട്ടോസൊക്കെ വെച്ച് ഞാനൊരു ട്രാവൽ ജേണൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്തവണ. ഏർലി മോർണിംഗ് ഒരു 5:30ക്ക് ഇറങ്ങി. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഓ വെയിറ്റ്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. യാ, വാഗമണിലേക്ക് തന്നെ. എനിക്ക് ഒരു 2 hours കൊണ്ട് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് ലൊക്കേഷനാണ് വാഗമൺ. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും അങ്ങോട്ട് തന്നെ പോകുന്നത്. അത് മാത്രമല്ല, എനിക്ക് അവിടുത്തെ വെതറും ജോഗ്രഫിയും എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ആക്ച്വലി ഞാൻ കുറച്ച് വൈകി. എവിടെയെങ്കിലും ചെന്നിട്ട് സൺറൈസ് കാണണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അത് നടന്നില്ല. ഓൺ ദ വേ തന്നെ നല്ലൊരു സൺറൈസ് കിട്ടി. പിന്നെ അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്ത് ഇനി നേരെ കോഫി ഉണ്ടാക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അങ്ങനെ കുറേ നോക്കിയിട്ട് ഒരു സ്പോട്ട് കിട്ടി. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഒരു ഹിൽ ടോപ്പിൽ കോഫി ഉണ്ടാക്കുക എന്നുള്ളത്. ഫൈനലി അത് നടന്നു. ദ കോഫി വാസ് ഫൈൻ ആൻഡ് ഇനി എന്താ ഒരു പ്ലാനും ഇല്ല. നേരത്തെ സേവ് ചെയ്ത് വെച്ച ലൊക്കേഷൻസ് ഒക്കെ നോക്കി വരാട്ടുമേട് പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ഒരു സംഭവം കണ്ടു. അടിപൊളിയല്ലേ? ഇതിനു മുമ്പും ഞാൻ ക്ലൗഡ് ബേർഡ്സ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയിൽ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തു. ഇനി നേരെ വാരാട്ടുമേടിലേക്ക്. അങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു സ്പോട്ട് കണ്ടത്. ഉറങ്ങാൻ ഇതിലും പറ്റിയ വേറെ സ്ഥലമില്ല. എന്തായാലും വണ്ടി അവിടെ നിർത്തി. കുറച്ചു നേരം ആ ചേട്ടനായിട്ട് സംസാരിച്ചിരുന്നു. അതിനുശേഷം പതുക്കെ കിടന്നു. ഈ റൈഡിൻ്റെ ഉദ്ദേശം തന്നെ ഒരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഈ മൊമെൻ്റ് തന്നെ അത് ഫുൾഫിൽ ആയിട്ടുണ്ട്. ഇനി വരാട്ടുമേളിലേക്ക് പോകാം. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും എങ്ങനെയൊക്കെ മേളിലെത്തി. ആൻഡ് ഇതാണ് വരാട്ടുമേട്. ഈ ലൊക്കേഷനും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. സോ വരാട്ടുമേട് ചെക്ക്. മൺസൂൺ ആകുമ്പോഴായിരിക്കും ഇവിടുത്തെ ഭംഗി കറക്റ്റ് കിട്ടുന്നത്. നേരത്തെ പോലെ ഇനി എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. എന്തായാലും എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഇനി അടുത്ത സ്പോട്ട് പിടിക്കാൻ. അങ്ങനെ നേരെ ഹോട്ടലിൽ വന്നു. പൊറോട്ട ഇല്ലാത്തതുകൊണ്ട് ചപ്പാത്തിയും ബീഫും കഴിച്ചു. ദ ഫുഡ് വാസ് ഡീസൻറ്റ് ഇനഫ് ആൻഡ് ഈ വഴി പോകുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ ഒറ്റ സ്ട്രെച്ചിൽ കുമളി വരെ എത്തി. കമ്പം കൂടെ ഒന്ന് കറങ്ങണമെന്നുണ്ടായിരുന്നു. ബട്ട് നേരെ കുട്ടിക്കാനം ചെന്നിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. വണ്ടിപ്പെരിയാർ കഴിഞ്ഞപ്പോൾ തന്നെ മാപ്പിൽ വേറൊരു റൂട്ട് കാണിക്കുന്നു. പിന്നെ വേറെ നോക്കിയില്ല, വണ്ടി നേരെ അങ്ങോട്ടെടുത്തു. എന്തോ ഈ റൂട്ടിന് ഒരു പ്രത്യേക രസമുണ്ട്. ആരുമില്ല ഇവിടെ, ഫുള്ളൊരു സൈലൻസ്. ആൻഡ് ഈ വഴിയാണ് ഫേമസ് സത്രത്തിലേക്ക് പോകുന്നത്. എന്തായാലും ഇത്തവണ പോകുന്നില്ല, നെക്സ്റ്റ് ടൈമിലേക്ക് മാറ്റി. അങ്ങനെ റൈഡ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ആ വഴി ചെന്നെത്തിയത് പരുന്തുംപാറയിലാണ്. എനിക്കറിയില്ലായിരുന്നു ഈ വഴിയാണ് പരുന്തുംപാറയെന്ന്. പിന്നെ അവിടെ ഒരു കടയിൽ കയറി ഒരു ലൈം സൈഡും കുടിച്ച് ഒരു 10 minutes അവിടെ റെസ്റ്റ് എടുത്തു. നല്ല ചൂടാണ്, അതാണ് ഈ ഇത്രയും ടയേർഡാവുന്നത്. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി നേരെ കുട്ടിക്കാനത്തേക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്തു. ഓൾമോസ്റ്റ് കുട്ടിക്കാനം എത്താറായപ്പോഴാണ് ഇയോബിൻ്റെ പുസ്തകം മൂവിയിലെ ബംഗ്ലാവ് ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ അവിടെയും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത്തവണ യോഗയില്ല, എന്തോ ഷൂട്ടിംഗ് നടക്കുവാണ്, അതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത്. 2 തവണ ഇതുപോലെ തന്നെ. ഇനി എന്തായാലും അടുത്ത തവണ ഒന്നുകൂടി ട്രൈ നോക്കാം. എന്തായാലും തിരിച്ചു പോകാമെന്ന് കരുതി വണ്ടി എടുത്തപ്പോഴാണ് ഈ സ്ഥലം കണ്ടത്. ഈ റൈഡ് മുഴുവനും ഇങ്ങനെ തന്നെയായിരുന്നു, ഫുൾ സമാധാനം. നേരത്തെ പറഞ്ഞ പോലെ ഈ റൈഡിൻ്റെ പർപ്പസും അതുതന്നെയായിരുന്നു. ഒട്ടും റഷ് ചെയ്തില്ല. ആവശ്യത്തിന് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ പതുക്കെയാണ് ഓരോ സ്പോട്ടിലേക്കും പോയിക്കൊണ്ടിരുന്നത്. ലൈഫിലുണ്ടായിരുന്ന സ്ട്രെസ്സുകളെല്ലാം എവിടെയോ പോയി. ഫീലിംഗ് സോ ലൈറ്റ്. ചൂടെന്നുള്ളൊരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ
ഈ ലൊക്കേഷനോടുകൂടി ഈ റൈഡും അതിൻ്റെ സ്റ്റോറിയും ഇവിടെ എൻഡ് ചെയ്യാണ്. ഹായ്, അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ഫാസ്റ്റായിട്ടാണ് നറേറ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഒരു ജേർണലിൻ്റെ ഒരു ഫീലിംഗ് നമ്മൾ വായിക്കുന്ന പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ആൻഡ് വീഡിയോയിൽ പോയ സ്ഥലങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. എന്തായാലും ഹോപ്പ് യു ലൈക്ക് ദി വീഡിയോ. കമൻറ്റ് യുവർ ഫീഡ്ബാക്ക്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.